വെള്ളം വീണാൽ അത് ഉണങ്ങുന്നതിന് വേണ്ടി ചിലരെങ്കിലും അരിയിൽ അത് പൂഴ്ത്തി വെക്കാറുണ്ട് അല്ലേ? ഫോണിൽ വെള്ളം വീണാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെ ചെയ്താൽ ഫോണിലെ വെള്ളം അരിച്ചിറങ്ങുമെന്നാണ് സാധാരണ പറയാറ്. എന്നാൽ എല്ലാ ഫോണുകളിലും ഇത് സാധ്യമാകില്ല കേട്ടോ. ആ കാര്യം ഒന്ന് ഓർത്തോണം. പ്രത്യേകിച്ച് ഐഫോണുകൾ ഇങ്ങനെ ചെയ്യരുതെന്ന് ആപ്പിൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് നിർത്തണമെന്നാണ് ഐഫോൺ ഉപഭോക്താക്കൾക്ക് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ നൽകിയ പുതിയ മാർഗനിർദ്ദേശം. ഈ രീതി തുടർന്നാൽ ഫോണിന് കൂടുതൽ തകരാർ ഉണ്ടാകാൻ ഇടയാകുമെന്നാണ് മുന്നറിയിപ്പിൽ ആപ്പിൾ പറയുന്നത്. ഫോൺ നന്നാക്കുന്നതിന് പകരം കൂടുതൽ കേടുവരാനേ ഇത് ഉപകരിക്കൂ എന്നുമാണ് ആപ്പിൾ വിശദീകരിക്കുന്നത്. ഹെയർ ഡ്രയറുകളോ കംപ്രസ്ഡ് എയറോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും ആപ്പിൾ അതുപോലെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ചാർജിംഗ് പോർട്ടലുകളിൽ പേപ്പർ ടവലുകളോ കോട്ടൺ പഞ്ഞിയോ ഉപയോഗിക്കരുത് എന്നും ഇതെല്ലാം ഐഫോണിന് കേടുപാട് വരുത്തുമെന്നുമാണ് കമ്പനി മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് ഐഫോണിൽ ലിക്വിഡ് ഡിറ്റക്ഷൻ അലർട്ട് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വിശദീകരിച്ചാണ് ആപ്പിൾ ഇത്തരം ഒരു നിർദ്ദേശവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഐഫോൺ അരി ബാഗിൽ വെക്കരുത്. അങ്ങനെ ചെയ്യുന്നത് അരിയുടെ ചെറിയ കണികകൾ ഐഫോണിന് കൂടുതൽ കേടുപാടുകൾ വരുത്തുന്നതിന് കാരണമാകുമെന്ന് എന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഐഫോൺ വെള്ളത്തിൽ വീണാൽ ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 30 മിനിറ്റ് കാത്തിരിക്കണം. ഫോൺ ഉണങ്ങാൻ 24 മണിക്കൂർ വരെ എടുത്തേക്കുമെന്ന്. ആ സമയപരിധി വരെ ഉപഭോക്താക്കൾക്ക് ലിക്വിഡ് ഡിറ്റക്ഷൻ അലർട്ട് കാണാനാകുമെന്നുമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അതായത് ഐഫോൺ നനഞ്ഞിരിക്കുമ്പോൾ അത് ചാർജ് ചെയ്യാൻ പാടില്ല എന്നുമാണ് പറയുന്നത്. എന്നാൽ അടിയന്തര ഘട്ടത്തിൽ ലിക്വിഡ് ഡിറ്റക്ഷൻ അസാധുവാക്കാനും ഐഫോൺ ചാർജ് ചെയ്യാനും ഫോണിൽ ഓപ്ഷൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. വയർലെസ് ചാർജർ ഉണ്ട് എങ്കിൽ ഐഫോൺ ചാർജ് ചെയ്യാവുന്നതും ആണ്. ചാർജർ കുത്തുന്നതിന് മുമ്പ് ഫോണിന്റെ പിൻഭാഗം ഉണങ്ങിയതാണ് എന്ന് ഉറപ്പാക്കണമെന്നും ഐഫോൺ മാർഗനിർദ്ദേശത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഫോൺ ഉണങ്ങാൻ വെച്ചും മറ്റും ഫോണിലെ വെള്ളം കളയാൻ ശ്രമിക്കാനാണ് ആപ്പിൾ നിർദ്ദേശിക്കുന്നത്. ചാർജ് ചെയ്യുന്നതിന് മുമ്പ് 30 മിനിറ്റെങ്കിലും അതിനായി കാത്തിരിക്കണമെന്ന്. അലർട്ട് വീണ്ടും വരികയാണെങ്കിൽ കുറച്ച് മിനിറ്റ് കൂടി നമുക്ക് വേണേൽ കാത്തിരിക്കാം. ശരിക്കും ഉണങ്ങാൻ 24 മണിക്കൂർ വരെ എടുത്തേക്കാം എന്നാണ് പറയുന്നത്. ആ സമയപരിധി വരെ ഉപഭോക്താക്കൾക്ക് ലിക്വിഡ് ഡിറ്റക്ഷൻ അലർട്ട് കാണാനാകുമെന്നുമാണ് കമ്പനി പറയുന്നത്. മിന്നൽ സമയത്തോ USB-C കണക്ഷൻ നനഞ്ഞിരിക്കുമ്പോഴോ ചാർജ് ചെയ്താൽ കണക്ടറിലോ കേബിളിലോ ഉള്ള പിന്നിലുള്ള തുരുമ്പെടുത്ത ശാശ്വതമായ കേടുപാടുകൾ വരുത്തുകയോ പ്രവർത്തനം നിർത്തുകയോ ചെയ്യുമെന്ന്. ഇത് ഐഫോണിനെ അല്ലെങ്കിൽ ആക്സസറിക്കോ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുമാണ് മുന്നറിയിപ്പിൽ ആപ്പിൾ പറയുന്നത്. ചില ഉൽപ്പന്നങ്ങൾക്ക് കേടുപാടുകൾ വരുന്നതിൽ നിന്ന് തടയാൻ അരിക്ക് കഴിയുമെന്നാണ് സാധാരണ പറയാറ്. എന്നാൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള മാന്ത്രിക കഴിവൊന്നും അരിക്ക് ഇല്ല എന്നാണ് ആപ്പിൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എന്തായാലും ഐഫോൺ ഇത്തരത്തിൽ അരിയിൽ പൂഴ്ത്തി വെച്ചാൽ നാശമാണ് ഉണ്ടാകുന്നതെന്നാണ് ആപ്പിൾ ഇപ്പോൾ നിർദ്ദേശവുമായി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരം പ്രവർത്തികൾ ചെയ്ത് ആപ്പിൾ ഉപഭോക്താക്കൾ തങ്ങളുടെ ഫോൺ നശിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലതാൻ.